ശാഖകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ വെറും 3400-ൽ പരം ശാഖകൾ ഉണ്ടായിരുന്ന SNDP യോഗത്തിന് 96 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും ശാഖകൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അത് ഏതാണ്ട് 6000-ഓളം ശാഖകളായി മാറിയിരിക്കുകയാണ്. SNDP യോഗത്തിൽ നിന്ന് 32,000-ന് മുകളിൽ കുടുംബ യൂണിറ്റുകളും 74,000-ഓളം മൈക്രോ യൂണിറ്റുകളുമായി ഏതാണ്ട് 2,400 കോടി രൂപ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്തുകൊണ്ട് സംഘടന വളരെയധികം വളർച്ചയുടെ കാലഘട്ടത്തിലാണ്. പക്ഷേ ഈ സമയത്തൊന്നും SNDP യോഗത്തിന് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അന്നൊന്നും, പ്രത്യേകിച്ച് ഇന്നത്തെ യോഗം വന്ന ശേഷം, ഒരിക്കലും രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടി SNDP യോഗത്തിന് നേതൃത്വം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ആദ്യം മുതൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് മന്ത്രിമാരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു, അതിൽ കൂടുതൽ എടുത്തുകൊണ്ട് പോകാനും കഴിഞ്ഞു. നമുക്കത് കിട്ടാതിരുന്നതിന് കാരണം കഴിവുകേടല്ല. അതിന് കാരണം എന്ന് പറയുന്നത് SNDP യോഗമോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ MLA ഉണ്ടാക്കാനോ മന്ത്രി ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ മോശം വശം അനുഭവിക്കേണ്ട അവസ്ഥ, കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ജാതിക്കും രാഷ്ട്രീയം ഉണ്ടാക്കി അതുവഴി അവരുടെ അവകാശം നേടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞങ്ങളാരും. കേരളത്തിൽ ആര് ഭരിച്ചാലും, കേരളം എന്ന് പറയുന്ന ഒരു മതേതര സംഘടന ഭരിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ മതത്തിനും കിട്ടേണ്ട അവകാശം അവർ കൊടുക്കണമല്ലോ. ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ കിട്ടേണ്ടത് അവർക്ക് കൊടുക്കണം, ക്രിസ്ത്യൻ സഹോദരങ്ങൾ കിട്ടേണ്ടത് അവർക്ക് കൊടുക്കണം, ബാക്കി NSSന് കിട്ടേണ്ടത് അവർക്ക് കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ സമുദായത്തിനും ഒരു വീട്ടിലെ അച്ഛൻ 10 മക്കളുണ്ടെങ്കിൽ അല്ല 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും പ്രത്യേകമാണോ അത് കൊടുക്കുന്നത്? അവർക്ക് കിട്ടേണ്ട അവകാശം കൃത്യമായി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനൊരു ചിന്താഗതിക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. ശരിയാണ്. SNDP യൂണിയൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ രാഷ്ട്രീയ ശക്തി അവൻ ശ്രമിച്ചില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യമല്ലല്ലോ ഇത്. ഇതിന് കുറച്ചൊരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് തന്നെ തുടരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് നെയ്യാറ്റിൻകര ഇലക്ഷനിൽ പോലും ഈ നേതൃത്വം ഒരു കൃത്യമായ നിലപാട്, ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്നൊരു കൃത്യമായ നിലപാട് എടുക്കാനുള്ള ധൈര്യം കാണിക്കാത്തത്? ധൈര്യം കാണിക്കാൻ പ്രശ്നം വരുന്നില്ലല്ലോ. കാരണം എന്നും SNDP യോഗം എവിടെയും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഒരു പബ്ലിക്കായിട്ടൊരു പ്രസ്താവന നടത്തുന്നത് ബുദ്ധിയുള്ളവൻ ചെയ്യുന്ന പണിയല്ല. ഇവിടെ പറഞ്ഞ നിയോജകമണ്ഡലത്തിൽ തന്നെ പല സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. NSSും SNDP യോഗവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഇന്ന ആളെ ജയിപ്പിക്കണം എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളും നാടാർ സമുദായത്തിൽപ്പെടുന്ന ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളും അതിനെതിരെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി പ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. നേരിട്ട് ശാഖകളിൽ, കുടുംബ യൂണിറ്റുകളിൽ, മൈക്രോ യൂണിറ്റുകളിൽ എന്താണ് SNDP യോഗത്തിൻ്റെ താല്പര്യം എന്ന് വളരെ ധൈര്യപൂർവ്വം അവിടെ ചെന്ന് പറയാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അത് തന്നെയാണ് വിജയിച്ചത് അവിടെ. പിന്നെ SNDP യോഗത്തിൻ്റെ സ്റ്റാൻഡ് എന്നും വിജയിച്ചിട്ടുണ്ട് അവിടെ. ഇത്തവണ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ രീതിയിൽ ഇടപെടലുകൾ SNDP യോഗം ചെയ്തിട്ടില്ല അവിടെ. കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാവരോടും ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഞങ്ങളോട് എടുത്തിട്ടുള്ള നയത്തോട് വെറുത്ത് നിൽക്കുന്ന ഒരു സംഘടന എങ്ങനെ പോയി പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോയി അവിടെ നിലപാടെടുക്കാൻ കഴിയും? അതേസമയത്ത് പിന്നെ ഇവിടെ അതിന് മുമ്പത്തെ ഇലക്ഷൻ നിലപാടെടുത്തിരുന്നു, വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അത് ജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് പിറവം ഇലക്ഷനിലും ജയിച്ചത് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയാണ്. അതായത് അവിടെയും നിങ്ങൾ UDFനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സപ്പോർട്ട് ചെയ്തിരുന്നു. നെയ്യാറ്റിൻകരയിൽ കൃത്യമായ ഒരു നിലപാടെടുത്തിരുന്നില്ല. അപ്പൊ പിറവത്തിന് ശേഷമാണോ ഒരു അവഗണിക്കൽ ഉണ്ടായത്? അല്ല, അവഗണിക്കൽ നേരത്തെ മുതലുണ്ട്. കാര്യം പിറവം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിറവത്ത് UDFനെ സപ്പോർട്ട് UDF എന്നുള്ളതല്ല. കാര്യം വെച്ചാൽ അദ്ദേഹം ഈ പറയുന്ന TN ജേക്കബും ഞങ്ങളൊക്കെ സംഘടനയുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അദ്ദേഹം പിന്നെ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറായി നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സംഘടനയോട് കാണിച്ചിട്ടുള്ള കൂറും കടപ്പാടും തിരിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ UDFനെ സഹായിക്കാൻ വേണ്ടി ചില വ്യക്തിപരമായ പ്രകാരം കാണേണ്ടി വരും. കാര്യം മാണിസാറ് പിന്നെ പുള്ളി അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് SNDP ആണ്. അദ്ദേഹം തന്നെ വളരെ ഓപ്പണായിട്ട് TV ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഒരിക്കലും SNDP പിന്നെ ശത്രുവോ അല്ലെങ്കിൽ എതിർക്കുന്നവരല്ല. കാരണം അതിനകത്ത് ഒരുപാട് ആൾ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരുപാട് ആൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകളുടെ നിലപാടും മൊത്തത്തിൽ വരുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് തിരിച്ച് സ്റ്റാൻഡ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇത്രയും നാളായിട്ട് നമുക്ക് ഒരു ലിമിറ്റ് വിട്ട് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ സഹായിക്കണം എന്ന് തീരുമാനിച്ചാൽ ഉമ്മൻചാണ്ടി സാറിന് പോലും സഹായിക്കാൻ കഴിയുമോ? ഇപ്പോൾ കാര്യം കടിഞ്ഞാണ് മറ്റ് വേറെ പല ആളുടെ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ അഭിപ്രായം കഴിഞ്ഞ ശേഷം മാത്രമേ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഇത്രയും വലിയൊരു സംഘടന, ഇത്രയും വലിയ സംഘടന ഒരുപാട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനം പുറത്തു നിൽക്കുന്നു. ഒരു ന്യൂനപക്ഷത്തിലോ കുറച്ച് ആളുകൾ മാത്രം അകത്തു നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും പിന്നെ ഹിന്ദുക്കളെയും മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് പോയാൽ ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കണ്ടേ?
സംഘടനാ ശക്തി ഇല്ലാത്ത ഒരു സംവിധാനം ഒന്നും ഇല്ലാത്ത ആരെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും വലിയ സംഘടനയാണെങ്കിലും പ്രതികരിച്ചില്ലാത്തതുകൊണ്ട് നാളെ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും, അവിടെ ജനങ്ങളുടെ അവസ്ഥ എന്താവും? കേരളത്തിൽ ഇനിയൊരു വലിയ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാകുമോ എന്നറിയേണ്ടിയിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി സ്വന്തമായി നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് നമുക്ക് ശ്രീ തുഷാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നിങ്ങൾ പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 052-946-2343 എന്ന നമ്പറാണ്. ഈ ചർച്ച ഒരു ചെറിയ ഇടവേളയ്ക്കും വാർത്തയ്ക്കും ശേഷം തുടരും. eLife TV puts you in complete control. More than 900 blockbuster movies at the touch of a button. Catching up is easy. Watch shows you have missed at your own convenience. Pause, record, and instantly replay live TV. Schedule your viewing times with the help of the EPG well in advance. More than 300 channels and with over 30 HD channels. You will never be short of something to watch on eLife TV. Close to your heart and close to your home, all that makes life good. Dream further but seize what's nearer, just feel like you're home. Close to your heart and close to your Lulu, hypermarkets, supermarkets and department stores where the world comes to shop. just feel like you're home. അൽ തായിഫ് ഫർണിച്ചർ ഇൻഡസ്ട്രി, റാസൽ ഖോർ, ദുബായ്. ദുബായിൽ 13 വർഷങ്ങളായി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫർണിച്ചർ നിർമ്മിച്ചു നൽകുന്ന വിശ്വസ്ത സ്ഥാപനം. ബെഡ്റൂം സെറ്റ്, ഓഫീസ് ഫർണിച്ചർ, ഇന്റീരിയർ ഡെക്കറേഷൻ എല്ലാം പ്രൊഫഷണലായി നിർമ്മിച്ചു നൽകുന്നു. അൽ തായിഫ് ഫർണിച്ചർ ഇൻഡസ്ട്രി, റാസൽ ഖോർ, ദുബായ്. ഡ്യൂറബിൾ ഫർണിച്ചർ ഫോർ ഡ്യൂറബിൾ ലൈഫ്. അൽ തായിഫ് ഫർണിച്ചർ ഇൻഡസ്ട്രി, റാസൽ ഖോർ, ദുബായ്. ഫോൺ 0433368284. എന്നിൽ കൊളിരിടും മൊഴിയുമായി അരികിലോ നീ വന്നു മെല്ലെ, നിൻ തളിരിളം വിരലുകൾ മൃദുലമായി പുൽകുന്നു എന്നെ. തൂവൽ പീലി പോൽ മാറിലൊരുമ്മിയ സ്നേഹം നീയല്ലേ, നീ അകന്നുവെന്നാൽ നീറും ഉള്ളം വല്ലാതെ. Joya Lucas, world's favorite jeweler. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾക്ക് അറിയാവുന്നതാണ്, എന്തും തുറന്നു പറയാനുള്ള ഒരു തൻ്റെടം ഉള്ള ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. എന്തും എവിടെയും വെട്ടി തുറന്നു പറയുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അഥവാ വിമർശനങ്ങൾ ഒന്നും അത്ര ശക്തമായിട്ട് കാണാറില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ശകലം അയഞ്ഞ ഒരു നിലപാടെടുക്കുന്നത് ഇപ്പോൾ? അങ്ങനൊരു നിലപാടെടുത്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ള കാര്യം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറയുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ വലിയ കോൺട്രവേഴ്സി ഇല്ലാത്ത വിഷയങ്ങളായിരുന്നിട്ടായിരിക്കാം തുറന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാറുണ്ടാവുക. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഉണ്ടായാൽ ആദ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു റെസ്പോൺസ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ. പക്ഷേ ഇന്നത് അല്പം, കാരണം അന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഇപ്പം വളരെ മയപ്പെട്ട്, ഞാൻ അദ്ദേഹത്തോട് തന്നെ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, വളരെ മയപ്പെട്ട് മാത്രമേ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. എന്താണ് അങ്ങനെ ഒരു അത് കുറച്ച് കാലമായിട്ട് പൊതുവെ കാര്യം സംഘടനാ രംഗത്ത് പിന്നെ SNDP യോഗവുമായി നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അകന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് നല്ലൊരു ധാരണയിൽ പോകാൻ പലപ്പോഴും ഒരു പരമാവധി കുറച്ച് വിമർശനങ്ങളിൽ പോവുക എന്നൊരു നിലപാട് കുറച്ച് നാൾ എടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരുമായിട്ട് കാര്യം സമുദായ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി നല്ല അടുപ്പം SNDP യോഗത്തിന് നേതാക്കന്മാരുണ്ടായിരുന്നാൽ മാത്രമേ ഇന്ന് സമുദായത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയൂ. എല്ലാവരോടും വഴക്കുണ്ടാക്കി മാത്രം മുമ്പോട്ട് പോയി നമുക്ക് പലതും നേടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുള്ള ഒരു നയം എടുക്കണം എന്നൊരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് പക്ഷേ അത് ഒരു തെറ്റ് കണ്ടാൽ പറയരുത് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല.
താങ്കൾ ശരിക്കും വളരെ ചെറുപ്പം മുതലേ SNDPയുടെ പ്രവർത്തനത്തിൽ വന്നു, യൂത്ത് മൂവ്മെൻറ്റിൽ വന്നു, യൂത്ത് മൂവ്മെൻറ്റ് നേതൃനിരയിലേക്ക് വന്നു. പക്ഷേ പലപ്പോഴും താങ്കൾ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായി വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത്. താങ്കൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് മുൻപ് തന്നെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളത് അത് താങ്കൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെങ്കിലും കുറച്ച് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അത് ഇപ്പോൾ SNDP യോഗത്തിനകത്ത് നിൽക്കുന്ന പ്രവർത്തകർക്ക് മുഴുവൻ അറിയാം. കാരണം യഥാർത്ഥത്തിൽ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും എത്രയും വർഷം എൻ്റെ അത്രയും എക്സ്പീരിയൻസ്, എൻ്റെ അത്രയും കൂടുതൽ കാലം SNDP യോഗത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവരാണ്, എൻ്റെ കൂടെ ജൂനിയറായിട്ട് കൊണ്ടുവന്നതാണ് MP ശ്രീമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരൊക്കെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരെ, ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് വരെ ഇരുന്നിട്ട് 5-7 വർഷക്കാലം മുമ്പാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുവിധമുള്ള എല്ലാ പ്രവർത്തകർ, യൂത്ത് മൂവ്മെൻറ്റിലുണ്ടായിരുന്ന പ്രവർത്തകർ എല്ലാവരും ഇന്ന് യൂണിയൻ്റെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും SNDP യോഗത്തിൻ്റെ കൗൺസിലിൽ ഇരിക്കുന്നവരാണ്. ഞാൻ യഥാർത്ഥത്തിൽ അവരൊക്കെ വന്ന ശേഷം അവരുടെയൊക്കെ നിർബന്ധപ്രകാരം, കാരണം ഞാനത് കഴിഞ്ഞ് 2-3 വർഷക്കാലത്തോളം ഞാൻ സംഘടനയിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുകയായിരുന്നു. അതിന് വ്യക്തിപരമായ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ നോക്കി പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കുന്ന അവസ്ഥയിൽ സംഘടനയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കേരളത്തിലെ മുഴുവൻ യൂണിയൻ്റെ നേതാക്കന്മാരുമായി നേരിട്ട് വളരെ അടുപ്പമുള്ള, മാത്രമല്ല എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരാണ് നേതാക്കന്മാരുള്ളത്. അവരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് തിരിച്ച് രണ്ടാമത് പോയി SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയായിട്ട് ചാർജ് എടുക്കുകയും അതിനുശേഷം ഇലക്ഷനിൽ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി വരികയുണ്ടായത്. ഞാൻ ഏതാണ്ട് 16 വർഷക്കാലമേ SNDP യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. അന്ന് ശാശ്വതയാനന്ദ സ്വാമിജിയുടെ നിർബന്ധപ്രകാരം കോട്ടയത്ത് വെച്ച് നടന്ന ഒരു യൂത്ത് മൂവ്മെൻറ്റ് കേന്ദ്ര സമിതിയുടെ സമ്മേളനത്തിലാണ് ഞാനന്ന് യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള SNDP യോഗത്തിൻ്റെ എല്ലാ സമര പരിപാടികളും കണ്ടക്ട് ചെയ്തിട്ടുള്ള SNDP യൂത്ത് മൂവ്മെൻറ്റ് തന്നെയാണ്. വളരെ സജീവമായി അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്നതാണ്. സംഘടനയ്ക്കകത്ത് ഒരിക്കലും എന്നെക്കുറിച്ചിട്ട് വന്നതിലോ അല്ലെങ്കിൽ ഒരു ആക്ഷേപം പറയില്ല. പക്ഷേ പുറത്ത് മാധ്യമങ്ങളിൽ വരുന്നത് മാത്രമല്ല, മറ്റുള്ള സംഘടനകളുള്ള ആളുകളെ ഞാനുമായി അധികം വ്യക്തിപരമായി അടുപ്പമുള്ളവരല്ല, അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയാൻ വയ്യാത്തൊരു സംബന്ധിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ലത്. സംഘടനയ്ക്കകത്ത് സംഘടനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഒരിക്കലും വിമർശനം ഇന്ന് വരെ ഒരു ചെറിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടാകുന്ന വിമർശനം പോലും സംഘടനയ്ക്കകത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശരിക്കും മുസ്ലിം സമുദായവും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളും പറയുന്നത് അവർക്ക് ലഭിക്കുന്നത് സ്കൂളുകളായാലും കോളേജുകളായാലും അവർക്ക് അവരുടെ സമുദായത്തിൻ്റെ പേരിൽ ലഭിക്കുന്നത് പലപ്പോഴും അവരുടെ സമുദായത്തിന് മൊത്തമായി അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സമുദായ അംഗങ്ങൾ അവർ പറയുന്നവർക്ക് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്നത്. പല എക്സാമ്പിൾസ് നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും SNDP യോഗത്തിന് ലഭിച്ചിട്ടുള്ള പല ഇത്തരം ഫെസിലിറ്റീസും കോളേജസോ ആയാലും പലതും യോഗത്തിൻ്റെ സാധാരണ പ്രവർത്തകർക്ക്, യോഗത്തിൽ SNDP ഈഴവ സമുദായത്തിൽ അറിയാം പല തട്ടിലുള്ള ജനങ്ങളുള്ള ഒരു സമുദായമാണ്, വലിയ സമുദായം എന്നുള്ള നിലയിൽ തന്നെ. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് അത്ര കണ്ട് ഉപയോഗം വരുന്നില്ല എന്നൊരു ആരോപണം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാണ്? ഒരിക്കലും ശരിയല്ല. കാരണം ഇന്നിപ്പോൾ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ സംഘടനകൾക്കോ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സംഘടനകൾക്കോ പറയാൻ പറ്റുന്നതിനൊക്കെ കൂടുതൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് SNDP യോഗം. മൈക്രോ ഫൈനാൻസ് വഴി 2400 കോടി രൂപയോളം ഇവിടുത്തെ SNDP യോഗത്തിലെ പ്രവർത്തകർക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതുകൂടാതെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന ആട് വളർത്തൽ, പശു വളർത്തൽ, അങ്ങനെയുള്ള ഒരുപാട് സ്വയം തൊഴിലിൻ്റെ ചെറുകിട വ്യവസായങ്ങളെല്ലാം SNDP യോഗ നേതൃത്വത്തിൽ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും കുടുംബ യൂണിറ്റുകളെല്ലാം പേര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എയ്ഡുകൾ ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഏതാണ്ട് 8000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 7700-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയാണ്. പക്ഷേ ഈഴവ സമുദായം കേരളത്തിലെ 3-1 എന്ന് പറയുമ്പോൾ കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 5% പോലും വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാത്ത ഒരു സമുദായത്തിന് എങ്ങനെ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും? യേശുക്രിസ്തു അല്ലല്ലോ. പിന്നെ അല്ല ഇവര് പറയുന്ന പോലെ അതിന്റെ ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. കാര്യം വിദ്യാഭ്യാസ